ചിരി ഒരു മരുന്നാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ മരുന്ന് എനക്ക് വേണ്ടാത്രേ, അത് ബൂർഷാസികളുടെ കെണിയാണെന്ന്, അതുകൊണ്ട് ഞാൻ ഇനി ചിരിക്കൂലാത്രേ MV ഗോവിന്ദൻ വക. പക്ഷേ മാഷേ, നിങ്ങളെ സഖാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടൂല കേട്ടോ. അതല്ലേ അവര് നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞത്. എന്താ പറഞ്ഞതെന്താ? നിങ്ങളെ ചിരി എവിടെ പോയിന്ന്, സെക്രട്ടറി ആയപ്പോ നിങ്ങളെ ചിരി മാഞ്ഞു പോയിന്ന്. ഒന്ന് ചിരിക്കടോ മാഷേ. ഏയ് ഇതല്ല മാഷേ, ഇത് കിളി. ചളീന്നും പറയും, ചിളീന്നും പറയും. ഇത് ചളി. നിങ്ങളെ സഖാക്കള് പറഞ്ഞത് നിങ്ങൾ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ചിരിക്കാറില്ല എന്നാ. ഞാൻ ചിരിക്കുന്നത് ശരിക്കും തുടങ്ങിയ തന്നെ സെക്രട്ടറി ആയതിനു ശേഷം. ഇതും ചിരിയല്ല മാഷേ, കൊലച്ചിരിയായത്. ഇങ്ങക്ക് പറ്റുന്ന പണിക്ക് പോയാ പോരെ, വെറുതെ വളിച്ച് മഞ്ഞളിക്കണ്ട, നടക്കൂല. സ്വത്ത് സമ്പാദനം, ഭൂമി ഇടപാട്, സ്വജനപക്ഷപാതം, വർഗീയ പരാമർശം. നിങ്ങൾ ബേജാറാവണ്ടട്ടോ, നിങ്ങളെ മാത്രമല്ല വിമർശിച്ചത്, മുഖ്യനും കൊടുത്തിട്ടുണ്ട്. വർഗീയ പരാമർശം അതിര് കടന്നത് കൊണ്ട് പാർട്ടിക്ക് ദോഷായിന്ന്. അതുകൊണ്ട് ജനം പാർട്ടിയിൽ നിന്ന് അകന്നു പോയത്രേ. അല്ല, ജനം അല്ലല്ലോ അകന്നത് സഖാക്കന്മാരെ, നേതാക്കന്മാർ പാർട്ടിയിൽ നിന്ന് അകന്നു എന്നാ അവര് പറയുന്നത്.